മക്കളെ യു.പിയിൽ പൊരിഞ്ഞടി അടി നടക്കുന്നത് സുഡാപ്പികളും RSSരും തമ്മിലല്ല. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ യു.പിയിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നിരാഹാര സമരം നടക്കുന്നുണ്ട്. എത്രത്തോളം പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പറഞ്ഞുതരാം. ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യരായിട്ടുള്ള സ്വാമി അവിമുക്തേശ്വരാനന്ദ എന്ന ഒരു സന്യാസി, യഥാർത്ഥ സന്യാസി, അദ്ദേഹം വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഈ ഒരു പല്ലക്കിൽ വരവും അതുപോലെ തന്നെ ഗംഗാ സ്നാനവും ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗയിലോട്ട് വരുന്ന സമയത്ത് അവിടെ യു.പി സർക്കാർ, അതായത് നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് വന്നിട്ട് ഇവരെ തടയാണ്. അവർക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാണ്. കാരണം ക്രമസമാധാനം നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പിടിച്ചു കൊണ്ടുപോകാനൊക്കെ ഒരുപാട് പേരെ വലിച്ചടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഒരാഴ്ചയോളായിട്ട് ഇവർ നിരാഹാര സമരമാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതായത് BJP RSS പ്രവർത്തകർ അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ട് ഭയങ്കരമായിട്ട് യു.പിയിൽ യോഗി ആദിത്യനാഥിനെ താഴെ ഇറക്കണം എന്നുള്ള രീതിയിലുള്ള ഭയങ്കര പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സന്യാസിക്ക് ഗംഗാ സ്നാനം ചെയ്യാൻ ഇവർ സമ്മതിക്കാത്തത്? കാരണം ഒന്നേ ഉള്ളൂ, BJP RSS സംഘടനകളെ വിമർശിക്കുന്ന, പണ്ട് പ്രധാനമന്ത്രി നമ്മളുടെ അയോധ്യ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തൊന്നും ഇത് കറക്റ്റ് സമയമല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അല്ല എന്നുള്ള രീതിയിലൊക്കെ വിമർശിച്ചതും ആ പരിപാടിക്ക് പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ വലിയ അനുഭവമൊന്നുമില്ല. അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊക്കെ പണി കൊടുക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ വളർത്തുന്ന ഹിന്ദുത്വത്തെയൊന്നുമല്ല, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവർ ടൂളായിട്ട് മാത്രമാണ് മതത്തെ കണ്ടിട്ടുള്ളത്. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എന്താണ് ശരിക്കും RSS അല്ലെങ്കിൽ BJPയുടെ അജണ്ട എന്നുള്ളത്.